ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ചെറുതേനീച്ച കൂട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നും ഒപ്പം തന്നെ എങ്ങനെയാണ് ഒരു ചെറുതേനീച്ച കോളനി പിരിച്ച് ഈ കൂട്ടിലോട്ട് മാറ്റുന്നത് എന്നും കൂടിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അതിനായി ആദ്യമായിട്ട് ഇതുപോലെ ഒരു മുളംകുറ്റി എടുത്തിട്ട് അത് രണ്ടായി മുറിക്കുക. മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലായിട്ട് തന്നെ ഇതുപോലെ കുറച്ച് ലെയറൊക്കെ കാണാം. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒരു സ്ക്രബ്ബറോ എന്തെങ്കിലും വെച്ചിട്ട് ഒരതി കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഈ കാണുന്ന കുറേ വർഷത്തെ പഴക്കമുള്ള മീറ്റർ ബോർഡിനുള്ളിലാണ് കേട്ടോ ഇപ്പോൾ നമ്മളിന്ന് പിരിച്ചെടുക്കാൻ പോകുന്ന തേനീച്ച കോളനി ഉള്ളത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരുപാട് ചെറുതേനീച്ചകൾ പുറത്തോട്ട് നോക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് അവരുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. അതുവഴിയാണ് അവർ ഉള്ളിലോട്ട് കടക്കുന്നതും പുറത്തോട്ട് പോകുന്നതും. ആദ്യം തന്നെ നമ്മൾ ആ എൻട്രൻസിലൊരു കുപ്പി വെച്ചിട്ട് ഇങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലെ ഒട്ടുമിക്ക തേനീച്ചകളും ഈ കുപ്പിയിലോട്ട് കയറും കേട്ടോ. അപ്പോൾ നമുക്കത് കുപ്പിയിലോട്ട് കയറുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ഏറെക്കുറെ വരുന്നിടത്തോളം മാക്സിമം നമ്മൾ ആ കുപ്പിയിലോട്ട് ആക്കി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കോളനി പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ആദ്യത്തെ പോർഷൻ തന്നെ അടർത്തിയെടുത്തപ്പം അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ചെറുതേനീച്ചയുടെ മുട്ടയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ മുകൾ വശമാണ് നമ്മൾ പൊളിച്ചെടുത്തപ്പോൾ ആദ്യം അടർന്നു വന്നത്. പിന്നെ നമ്മളത് മുഴുവനായിട്ടും അടർത്തിയെടുത്തു കേട്ടോ. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഏറ്റവും താഴെ കാണുന്ന പോർഷനാണ് അതിൻ്റെ തേനറകളാണ് ബ്രൗൺ കളറിൽ നമ്മൾ കാണുന്നത് കേട്ടോ. അതിൽ നിറയെ തേനാണ്. മുകളിലെ ഭാഗത്ത് യെല്ലോ കളറിൽ കാണുന്നതാണ് അതിൻ്റെ മുട്ട എന്ന് പറയുന്നത്. നമ്മളിത് അടർത്തിയെടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം അതിൻ്റെ ഹണിയൊക്കെ പെട്ടെന്ന് തന്നെ മെൽറ്റായി തുടങ്ങും നമ്മുടെ ചൂട് തട്ടുന്ന സമയത്ത്. അപ്പം ഇത് അതിൻ്റെ മുട്ട നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് എടുത്തതാണ് കേട്ടോ. ഈ കാണുന്നതാണ് അതിലത്തെ റാണി എന്ന് പറയുന്നത്, ഈ വലിയ തേനീച്ച. ഇതാണ് അതിലെ ക്വീൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതിനെ എടുക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതുണ്ടെങ്കിൽ ആ കൂട് പിന്നെ സർവൈവ് ചെയ്യുള്ളൂ കേട്ടോ. അതിനെ കണ്ടെത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ ആദ്യമായിട്ട് അതിൻ്റെ മുട്ട എടുത്തിട്ട് ആ മുളംകുറ്റിയിലോട്ട് മാറ്റുകയാണ്. റാണിയെയും നമ്മൾ ഇതിനോടൊപ്പം ആ കൂട്ടിലോട്ട് മാറ്റുകയാണ്. റാണി ഉണ്ടെങ്കിൽ ആ കൂട് സർവൈവ് ചെയ്യുള്ളൂ കേട്ടോ. അതുകൊണ്ട് റാണിയെ എപ്പോഴും ശ്രദ്ധിച്ച് കെയർ ചെയ്തിട്ട് നമ്മൾ കൂട് പൊളിക്കുമ്പം റാണി മിസ്സായി പോവാതെ സൂക്ഷിക്കണം കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് അതിൻ്റെ പൂമ്പൊടി. ഈ തേനും പൂമ്പൊടിയാണ് അവരുടെ ഫുഡെന്ന് പറയുന്നത്. അവർ മഴക്കാലത്തോട്ട് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന സാധനങ്ങളാണ്. പൂമ്പൊടി പല തേനീച്ചയുടെ കൂട്ടിലും പല കളറിലായിരിക്കും കാണുന്നത്. അത് ആ ഏരിയയിലുള്ള പൂക്കളുടെ പൂമ്പൊടിയുടെ കളറിനനുസരിച്ച് ചേഞ്ച് ആവും കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ മുഴുവനായിട്ടും മാക്സിമം മുട്ടയും അവർക്ക് അത്യാവശ്യത്തിന് വേണ്ട തേനും പൂമ്പൊടിയും അതിലോട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ട് നമ്മളത് ക്ലോസ് ചെയ്യാം. മാക്സിമം നീറ്റായിട്ട് ക്ലോസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇതുപോലെയാണ് നമ്മളത് ക്ലോസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് കവർ ചെയ്യണം. ആദ്യമായിട്ട് ഇതുപോലെ നമ്മൾ അതിനൊരു എൻട്രൻസ് ഉണ്ടാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹോള് ക്രിയേറ്റ് ചെയ്യണം. ആ ഹോളിൻ്റെ ചുറ്റും നമ്മളിതുപോലെ തേനീച്ചക്കൂട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള മെഴുക് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു മെഴുക് ഉണ്ടെങ്കിലാണ് തേനീച്ചകൾ അതിനുള്ളിലോട്ട് അട്രാക്റ്റ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഹോളിട്ട ഭാഗത്ത് ഇതുപോലെ തേനീച്ചയുടെ മെഴുകെടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടാപ്പ് വെച്ചിട്ട് ഇത് കവർ ചെയ്യണം കേട്ടോ. മാക്സിമം കവർ ചെയ്യാവുന്ന രീതിയിലുള്ള ടാപ്പ് എടുക്കുക. അതായത് ഡാർക്ക് ഷെയ്ഡിലുള്ള ടാപ്പ് എടുക്കാൻ നോക്കുക. നമ്മളിപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടാപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ. മാക്സിമം ഉറുമ്പോ മറ്റ് ജീവികളോ കടക്കാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ക്ലോസ് ചെയ്യുക. മാക്സിമം നമ്മുടെ ഈ ചകിരിയുടെ കയറൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് മാക്സിമം കവർ ചെയ്ത് കൊടുക്കുക. അതായത് ഇതിനുള്ളിലോട്ട് വെളിച്ചം അങ്ങനെ കടക്കാൻ പാടില്ല. വെളിച്ചവും സൂര്യപ്രകാശവും ഒന്നും അങ്ങനെ കടക്കാൻ പാടില്ല. കാരണം ഹണി മെൽറ്റായിട്ട് പോവും. വെളിച്ചമൊന്നും ഇല്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് ഡാർക്ക്നെസ് അതിൻ്റെ ഉള്ളിൽ നിലനിർത്തുന്ന രീതിയിൽ വേണം നമ്മളിത് കവർ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മളത് ഏകദേശം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് മുൻപ് ആ തേനീച്ചക്കൂട് ഉണ്ടായിരുന്ന മീറ്റർ ബോർഡിൻ്റെ അടുത്ത് പോയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാലേ ആ തേനീച്ചകൾ ഇതിലോട്ട് അട്രാക്റ്റായിട്ട് ഇതിലോട്ട് പിന്നീട് കൂട് സെറ്റ് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ അത് ആ ഒരു മീറ്റർ ബോർഡ് നിന്നിരുന്ന പൊസിഷനിൽ ഇതുപോലെ കെട്ടി വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് ടാപ്പ് വെച്ച് ചുറ്റിയിട്ട് അതുപോലെ തന്നെ കയർ കൊണ്ട് അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയിട്ട് അതിന് ഒരു ഗ്യാപ്പും ഇല്ലയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. ഇല്ലെങ്കിൽ ആ തേനീച്ചകളെ അടക്കം ആ ഉറുമ്പുകൾ വന്ന് നശിപ്പിക്കും കേട്ടോ. ഈ കൂടും നശിപ്പിക്കും. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ.
നമ്മൾ അതിൻ്റെ എൻട്രൻസിലെ തേനീച്ചക്കൂട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള മെഴുക് കൊണ്ട് ഒട്ടിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടെ പറന്ന് നടക്കുന്ന ഈ തേനീച്ചകൾ ഓട്ടോമാറ്റിക്കലി ആ കൂട്ടിലോട്ട് അട്രാക്റ്റ് ആവും കേട്ടോ. അതുകൂടാതെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേനീച്ചകളെയും കൂടി നമ്മൾ തുറന്നു വിടുകയാണ്. അവരിനി ഓട്ടോമാറ്റിക്കലി ആ മെഴുകിലോട്ട് അട്രാക്റ്റ് ആയിട്ട് അതിനുള്ളിലോട്ട് കയറും കേട്ടോ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ വന്ന് നോക്കുമ്പോഴേക്കും ആ ഒരു കൂടിലോട്ട് അവർ അഡ്ജസ്റ്റായി സെറ്റായിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മാക്സിമം സേഫാക്കി വെക്കുക. വേറെ പുറമേ നിന്നുള്ള ആളുകൾ മീൻസ് ശത്രുക്കൾ വന്നിട്ട് ആക്രമിക്കുന്നത് പക്ഷികളോ ഉറുമ്പോ ഒന്നും വന്ന് ആക്രമിക്കാതെ നമ്മൾ നോക്കേണ്ടതാണ്. അത് അത്രയും ടൈം കേട്ടോ. നമ്മളിതുപോലെ ആ കുപ്പിയും കൂടി അവിടെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ തിരിച്ചു പോന്നു. ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതെന്തായി എന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതുവരേക്കും ബൈ.